ഹലോ, നമസ്കാരം കൂട്ടുകാരെ. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3ാം ചാപ്റ്ററായ സമാന്തര വരകൾ പാരലൽ ലൈൻസ്, അതിലെ ഒരു പ്രധാനപ്പെട്ട പാഠഭാഗം ത്രികോണ ഭാഗം ട്രയാങ്കിൾ ഡിവിഷൻ, പേജ് 46 മുതൽ 49 വരെ ഉള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും നമ്മൾ 2 സിദ്ധാന്തങ്ങൾ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യം. ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. In any triangle, a line parallel to one of the sides cuts the other 2 sides in the same ratio. ഓക്കെ, ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവുകയാണ്? തെളിയിക്കാൻ പോവുകയാണ്, പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഈ ചിത്രം ശ്രദ്ധിക്കൂ. ഇവിടെ ABC എന്ന ഒരു കറുത്ത ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിൾ ഉണ്ട്. അതിലെ താഴത്തെ ലൈൻ BCക്ക് സമാന്തരമായി പാരലലായി DE എന്ന ഒരു വരയുണ്ട്. ഓക്കെ, ഈ സിദ്ധാന്തം, അതായത് ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ത്രികോണത്തിലെ ഒരു വരയ്ക്ക് സമാന്തരമായി ഉള്ള വര മറ്റ് 2 വശങ്ങൾ, ഇവിടെ AB, AC, അവയെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. അപ്പോൾ DE ഇടതുവശത്തുള്ള വരയെ AD DB എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. വലതുവശത്തെ ഭാഗിക്കുന്നതോ AE EC ആണ്. അത് രണ്ടും തുല്യമായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച സിദ്ധാന്തം ഉപയോഗിക്കും. നമ്മുടെ 3 അതിൽ കൂടുതലോ സമാന്തര വരകൾ, അത് ഒരു വരയെ എങ്ങനെയാണോ ഭാഗിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ബാക്കി വരകളെയും ഭാഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഇവിടെ BCക്ക് സമാന്തരമായി D ഉണ്ട്. ഈ DEക്ക് സമാന്തരമായി Aയിലൂടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, L1. ഇപ്പൊ നമുക്ക് ഇവിടെ 3 സമാന്തര വരകളുണ്ട്. അത് വെച്ചാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. സ്റ്റെപ്പ് 1, ത്രികോണം ABCയിൽ BC എന്ന വശത്തിന് സമാന്തരമായി D വരയ്ക്കുക. In triangle ABC, draw a line DE parallel to the side BC. ഓക്കെ, ഇനി ഇതിൽ നിന്നും നമുക്ക് എന്താണ്? DE സമാന്തരമാണ് BC, DE parallel to BC എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, A എന്ന ബിന്ദുവിലൂടെ BCക്ക് സമാന്തരമായി L1 എന്നൊരു വര വരയ്ക്കുക. Draw a line L1 through vertex A such that it is parallel to BC.
അപ്പോൾ ചിത്രം പൂർണ്ണമായി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കൂ. ഇവിടെ 3 വരകൾ L1, DE, BC അവർ സമാന്തരമാണ്. അതായത് L1, DE and BC are parallel. ഓക്കെ, ഇനിയാണ് ഈ പ്രൂഫിലെ, അതായത് ഈ തെളിവിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ്. അത് നോക്കൂ. സമാന്തര രേഖാ സിദ്ധാന്ത പ്രകാരം, അതായത് അക്കോർഡിംഗ് ടു ദ പാരലൽ ലൈൻസ് ഇന്റർസെപ്റ്റ് തിയറം, എന്താണ്? ഒരു കൂട്ടം സമാന്തര വരകൾ ഒരു വരയെ ഏത് അംശബന്ധത്തിലാണ് മുറിക്കുന്നത്, അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും മറ്റ് ഏതൊരു വരയെയും മുറിക്കുന്നത്. അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതായത് 3 or more lines cut any 2 lines in the same ratio. ഈ സിദ്ധാന്തം അല്ലെങ്കിൽ തിയർ പ്രകാരം നമുക്ക് എന്തെഴുതാം? AB എന്ന വരയെ AD ഈസ് ടു DB യിലാണ് കട്ട് ചെയ്യുന്നത്. അതും AE ഈസ് ടു EC യും തുല്യമായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇങ്ങനെ തുല്യമായി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ തിയറം പ്രൂവ് ആയി, അതായത് സിദ്ധാന്തം തെളിയിച്ചു. അതായത് ഒരു ത്രികോണം ABC-യിൽ BC-ക്ക് സമാന്തരമായി പാരലലായി DE എന്ന ഒരു വര മറ്റ് രണ്ട് വശങ്ങളെയും ABയെയും ACയെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് നേരത്തെ പഠിച്ച സമാന്തര രേഖാ സിദ്ധാന്തമാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. In any triangle, a line parallel to one of the sides cuts the other two sides in the same ratio. ഓക്കെ, ആ പ്രൂഫ്, അതായത് തെളിയിക്കുന്നത് ഒരു സിമ്പിൾ പ്രൂഫാണ്. ആകെ 4 സ്റ്റെപ്പേ ഉള്ളൂ. അത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇനി ഈ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറം വെച്ചുള്ള ഒരു ചോദ്യം ചെയ്തു നോക്കിയാലോ? ഇതാണ് ചോദ്യം. ഇവിടെ ട്രയാങ്കിൾ ABC, നീല നിറത്തിൽ ABC എന്ന ഒരു ത്രികോണം തന്നിട്ടുണ്ട്. അതിലെ താഴത്തെ വര BCക്ക് പാരലലായി സമാന്തരമായി DE എന്ന വരയുണ്ട്. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് അളവുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം, DE എന്ന വര AB, AC എന്നീ രണ്ട് വരകളെ ഏത് അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്? In this triangle ABC, in which ratio DE divides AB and AC? ഓക്കെ, അപ്പം നമ്മൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ത്രികോണത്തിൻ്റെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര
രണ്ട് വശത്തെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ വെച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള സൈഡിൻ്റെ നീളം എത്രയാണ്? ഇടതുവശത്തുള്ള ത്രികോണത്തിൻ്റെ നീളം എത്രയാ? AB 6 സെന്റിമീറ്റർ. ഇനി ഇടതുവശത്തുള്ള മുകളിലെ ഭാഗം അതിൻ്റെ നീളം എത്രയാ? AD 2 സെന്റിമീറ്റർ. ഇത് രണ്ടും വെച്ച് നമുക്ക് BD കണ്ടുപിടിക്കാമല്ലോ. അതെത്രയായിരിക്കും? ABയിൽ നിന്നും BD കിട്ടാൻ എന്ത് ചെയ്താൽ മതി? DA കുറച്ചാൽ മതി. അതായത് BD സമം 6 മൈനസ് 2 4. ഓക്കെ. ഇപ്പോൾ ഇവിടെ ADയുടെ നീളവും DBയുടെ നീളവും കിട്ടി. അപ്പം നമുക്ക് അവയുടെ അംശബന്ധം എഴുതാമല്ലോ. അപ്പോൾ AD ഈസ് ടു DB എന്തായിരിക്കും? 2:4. അത് നമുക്ക് ലഘൂകരിച്ചാൽ സിംപ്ലിഫൈ ചെയ്താൽ 1:2 എന്ന് കിട്ടും. ഇനി നമ്മുടെ നിഗമനം, അതായത് ഏതു ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. In any triangle, a line parallel to one of the sides cuts the other two sides in the same ratio. ഇതുപയോഗിച്ച് AE by AE is to EC എന്തായിരിക്കും? AD is to DBക്ക് തുല്യമായിരിക്കും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1:2 എന്ന് കിട്ടും. അപ്പോൾ DE എന്ന വര AB AC എന്നീ വരകളെ 1:2 എന്ന അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നത്. DE divides AB and AC in the ratio 1:2. ഓക്കെ. നമുക്ക് ഇവിടെ ഈ AEയുടെയും ECയുടെയും നീളം കൂടി കണ്ടുപിടിച്ചാലോ? എന്തായിരിക്കും അത്? അതിനുവേണ്ടി നമുക്ക് വലതുവശത്തെ റൈറ്റ് സൈഡിലെ വശത്തിൻ്റെ മൊത്തം നീളം അറിയാം. AC 4.5 എന്നറിയാം. AC 4.5. ഇനി നമുക്ക് AE കണ്ടുപിടിച്ചാലോ? AE എന്തായിരിക്കും? ഈ 4.5ൻ്റെ ഇവിടെ ADക്ക് 1 ബൈ ഇതിൻ്റെ തുക സം എത്രയാ? 3. അപ്പോൾ 3ൽ ഒരു ഭാഗമായിരിക്കും AD, 3ൽ 2 ഭാഗമായിരിക്കും DB. അപ്പോൾ നമുക്ക് AEയുടെ നീളം എന്തെഴുതാം? AE സമം 4.5 ഇൻറ്റു 1/3. അതെത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പോൾ EC എന്തായിരിക്കും? 4.5ൽ നിന്നും 1.5 കുറയ്ക്കുക 3. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? EC സമം 4.5 ഇൻറ്റു അംശബന്ധത്തിൽ എത്ര ഭാഗമാണ്? 2 ബൈ ആകെ എത്ര ഭാഗമാണ്? 3. അപ്പോൾ 4.5 ഇൻറ്റു 2/3 ഇതിനെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1.5 ഇൻറ്റു 2 3 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സിദ്ധാന്തം അല്ലെങ്കിൽ തിയറം ഓർത്ത് വയ്ക്കുക. ഓക്കെ. ഇനി അടുത്തതായി നമ്മൾ ഈ ഒരു കാര്യം നോക്കാം. ഈ ചിത്രം ശ്രദ്ധിക്കൂ.
ഇവിടെ നമുക്ക് നീല നിറത്തിൽ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. നീല ത്രികോണത്തിൻ്റെ താഴത്തെ വശത്തിന് പാരലലായി സമാന്തരമായി ഒരു പച്ചവരയുണ്ട്. ഈ പച്ചവര ത്രികോണത്തെ രണ്ട് വശങ്ങളെയും രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു. ത്രികോണത്തിൻ്റെ ഇടതുവശത്തെ നീളം എ ആണ്. എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വലതുവശത്തെ നീളം ബി ആണ്. ഇടതുവശത്തെ മുകളിലുള്ള ഭാഗം പി, താഴെയുള്ള ഭാഗം ക്യു. വലതുവശത്തെ മുകളിലുള്ള ഭാഗം ആർ, താഴെയുള്ള ഭാഗം എസ്. ഇത്രയാണ് ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, പി ബൈ എ എന്തിന് തുല്യമായിരിക്കും? അതായത് ഇടതുവശത്തെ മുകൾ ഭാഗത്തെ ഇടതുവശത്തെ മൊത്തം ഭാഗം കൊണ്ട് ഹരിച്ചു. അപ്പോൾ വലതുവശം എന്തായിരിക്കും? പി ബൈ എ എന്തായിരിക്കും? ഇപ്പോൾ നമ്മൾ പഠിച്ച സിദ്ധാന്തപ്രകാരം ഇത് എന്തിന് തുല്യമായിരിക്കും? വലതുവശത്തെ മുകൾ ഭാഗം എത്രയാണ്? ആർ ഡിവൈഡഡ് ബൈ മൊത്തം വശം എത്രയാണ്? ബി. അതിന് തുല്യമായിരിക്കും. അതുപോലെ ക്യൂ ബൈ എ എന്തായിരിക്കും? ഇടതുവശത്തെ താഴെ ഭാഗം ഡിവൈഡഡ് ബൈ ഇടതുവശം. അപ്പോൾ വലതുവശത്തെ താഴെ ഭാഗം എസ് ഡിവൈഡഡ് ബൈ വലതുവശത്തെ മൊത്തം ഭാഗം ബി. അപ്പോൾ നമുക്ക് എസ് ബൈ ബി എന്ന് കിട്ടും. ഓക്കെ, ഇത് എങ്ങനെയാണ് വന്നത് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം. ഇപ്പോൾ ഇടതുവശത്തെ അംശബന്ധം അത് എത്രയാണ്? അത് പി ഈസ് ടു ക്യൂ ആണല്ലോ. അപ്പോൾ നമുക്ക് പി ഈസ് ടു ക്യൂ ആണ് ഇടതുവശം. വലതുവശം എന്താണ്? ആർ ഈസ് ടു എസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് സമം ആർ ഈസ് ടു എസ് ആയിരിക്കും. ഇനി പി ഈസ് ടു ക്യൂ, ഇതിനെ നമുക്ക് പിനെയും ക്യൂവിനെയും നമുക്ക് എ കൊണ്ട് ഹരിക്കാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? പി ബൈ എ ഈസ് ടു ക്യൂ ബൈ എ. ഇത് തുല്യമാണല്ലോ. ഇനി ആർ ഈസ് ടു എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ബി കൊണ്ട് ഹരിച്ചു നോക്കൂ. ആർ ബൈ ബി ഈസ് ടു എസ് ബൈ ബി എന്ന് എഴുതാമല്ലോ. ഇനി പി ഈസ് ടു ക്യൂവും ആർ ഈസ് ടു തുല്യമായതുകൊണ്ട് ഇത് രണ്ടും തുല്യമായിരിക്കില്ലേ? ഇത് തുല്യമാണെങ്കിൽ ഇതിലെ ഒന്നാമത്തെ ഭാഗം പി ബൈ എയും ആർ ബൈ ബിയും തുല്യമായിരിക്കും. രണ്ടാം ഭാഗം ക്യൂ ബൈ എയും എസ് ബൈ ബിയും തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടതുവശത്തെ മുകൾ ഭാഗത്തെ മൊത്തം ഭാഗം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അത് വലതുവശത്തെ മുകൾ ഭാഗം ഡിവൈഡ് ബൈ വലതുവശത്തെ മൊത്തം നീളം. അതേപോലെ നമുക്ക് താഴത്തെ ഭാഗം അതും ഈ രീതിയിൽ എഴുതാം. ഇതും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇതും നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സിദ്ധാന്തം, അതായത് തിയറം നോക്കാം.
ഏത് ത്രികോണത്തിലും രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. In any triangle, a line dividing two sides in the same ratio is parallel to the third side. Okay. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാൻ നോക്കാം, തെളിയിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ഒരു വരയുണ്ട്. അപ്പോൾ ആ വര മൂന്നാമത്തേതിന് പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണ്. നേരത്തെ നമ്മൾ തെളിയിച്ചത് എന്തായിരുന്നു? ഒരു ത്രികോണത്തിലെ ഒരു വരയ്ക്ക് പാരലലായി അല്ലെങ്കിൽ സമാന്തരമായി ഒരു വരയുണ്ട്. ആ വര മറ്റ് രണ്ട് വശങ്ങളെയും ഒരേ അംശബന്ധത്തിൽ ഒരേ റേഷ്യോയിൽ ഭാഗിക്കും. ഓക്കെ, അതിനെ നമ്മൾ എന്തു ചെയ്തു? തിരിച്ചു പറഞ്ഞതാണ് ഈ സിദ്ധാന്തം, അതായത് തിയറം. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാലോ? അതിനുവേണ്ടി നമുക്ക് ത്രികോണം ABC, അതിൽ DE എന്ന വര ABയെ AD DBയിലും ACയെ AE ECയിലും ഭാഗിക്കുന്നു. ഇവിടെ AD DB AE ECക്ക് തുല്യമാണ്. അത്രയും തന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? DE സമാന്തരമാണ് BC, അല്ലെങ്കിൽ DE പാരലൽ ടു BC എന്ന് തെളിയിക്കണം. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതി നോക്കാം. അപ്പൊ ഇതാണ് തന്നിരിക്കുന്ന കാര്യം. AD by DB സമം AE by EC. അത് ഒന്നാമത്തെ ഇക്വേഷൻ സമവാക്യമായിട്ട് എഴുതാം. തന്ന കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കേണ്ടത് BCക്ക് സമാന്തരമാണ് DE, അതായത് DE പാരലൽ ടു BC എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് തൽക്കാലം DE BCക്ക് സമാന്തരമല്ല എന്ന് വിചാരിക്കുക. അപ്പൊ DE സമാന്തരമല്ല BC, DE നോട്ട് പാരലൽ ടു BC. ഓക്കെ, ഇനി ACയിലെ ഒരു ബിന്ദുവാണ് F എന്ന് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് DF വരയ്ക്കാം. ആ DF BCക്ക് പാരലൽ അല്ലെങ്കിൽ സമാന്തരമാണെന്ന് എടുക്കുക. അതായത് ACയിലെ ബിന്ദുവാണ് F. F ഈസ് എ പോയിന്റ് ഇൻ ദ ലൈൻ AC. ഇനി എന്ത് ചെയ്തു നമ്മൾ? DF BCക്ക് പാരലൽ ആണെന്ന് എടുക്കുക. DF പാരലൽ ടു BC, DF സമാന്തരമാണ് BC. ഇനി ഇവിടെ നമ്മുടെ ത്രികോണത്തിന്റെ സിദ്ധാന്തം ഓർക്കൂ. ത്രികോണത്തിൽ BCയും ഇവിടെ നമ്മൾ പറഞ്ഞത് ഏതാണ്? DF ആണ്. BCക്ക് സമാന്തരമായി DF ആണ് നമ്മൾ വിചാരിക്കുന്നത്. DF എന്ത് ചെയ്യുന്നുണ്ട്? ABയെയും ACയെയും ഒരേ അംശബന്ധത്തിലായിരിക്കുമല്ലോ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? DF BCക്ക് സമാന്തരമായതിനാൽ നമ്മുടെ ത്രികോണ ഭാഗത്തിന്റെ സിദ്ധാന്ത പ്രകാരം, അതായത് ട്രയാങ്കിൾ ഡിവിഷൻ തിയറം പ്രകാരം AD by DB അത് ഈ പുതിയ വര AF by FCക്ക് തുല്യമായിരിക്കും. ഇനി
രണ്ട് സമവാക്യങ്ങളിലെയും ഇടതുവശം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തുല്യമാണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് വലതുവശം തുല്യമായിരിക്കും. അപ്പം നമുക്ക് സമവാക്യം 1ഉം 2ഉം താരതമ്യം ചെയ്യുമ്പോൾ comparing equation 1 and 2 we get AE by EC സമം AF by FC. രണ്ടിലെയും വലതുവശത്തുള്ള കാര്യങ്ങൾ തുല്യമായിരിക്കും. റൈറ്റ് സൈഡ് തുല്യമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? ഇതിൽ രണ്ട് വശത്തും ഓരോ 1 കൂട്ടി നോക്കൂ. അപ്പോൾ AE by EC പ്ലസ് 1 സമം AF by FC പ്ലസ് 1 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഛേദം തുല്യമാക്കണം. ഇവിടെയും ഛേദം തുല്യമാക്കണം. ഡിനോമിനേറ്റേഴ്സ് തുല്യമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ECനെ ഇവിടെ ഗുണിക്കുക. അപ്പോൾ നമുക്ക് AE പ്ലസ് EC by EC സമം AF പ്ലസ് FC by FC എന്ന് കിട്ടും. ഓക്കെ, ഇനി ചിത്രത്തിൽ AE പ്ലസ് EC, അപ്പൊ എന്താണ് കിട്ടുന്നത്? നമുക്ക് ACയെ കിട്ടും. AF പ്ലസ് FC എന്താന്ന് നോക്കൂ. AF FC അത് കൂട്ടിയാലും AC ആണ് കിട്ടുക. അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം? AC by EC സമം AC by FC. ഇവിടെ ന്യൂമറേറ്റേഴ്സ് തുല്യമാണ്. അതുകൊണ്ട് ഡിനോമിനേറ്റേഴ്സും തുല്യമായിരിക്കണം. ഛേദങ്ങൾ തുല്യമായതിനാൽ അംശങ്ങൾ തുല്യമായതിനാൽ ഛേദങ്ങളും തുല്യമായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ EC സമം FC എന്നെഴുതാം. ഇനി Eയും Fഉം AC എന്ന വരയിലെ ബിന്ദുക്കളാണ്. Both E and F are the points in the line AC. അതുകൊണ്ട് എന്താണ്? EC ഈക്വൽ ടു FC ആവണമെങ്കിൽ ഇത് രണ്ടും ഒരേ പോയിന്റ് ആയിരിക്കണം. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ AE ഇതാണ്, പിന്നെ AE അല്ല, EC എന്ന് പറയുന്നത് ഇതാണ്, FC എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടും തുല്യമാവണമെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ F ഇങ്ങോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ E ഇങ്ങോട്ടേക്ക് പോകണം, എന്നാലേ തുല്യമാവുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും E സമം F എന്ന് കിട്ടും. അതായത് Eയും Fഉം തുല്യമാണെന്ന് കിട്ടും. ഇനി Eയും Fഉം തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ Fന് പകരം നമുക്ക് E എന്ന് കൊടുക്കാം. E എന്ന് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? DE സമാന്തരമാണ് BC എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ സമാന്തരമല്ല എന്ന് വിചാരിച്ചു, അത് തെറ്റാണ്. അതായത് DE സമാന്തരമാണ് BC എന്ന് നമ്മൾ തെളിയിച്ചു. ഇതിൽ നിന്നും ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെന്ന് കിട്ടും. In any triangle, a line dividing two sides in the same ratio is parallel to the third side. Okay. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചത്. രണ്ട് തിയറംസ് എന്ന് തന്നെ പറയാം. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര
മറ്റു രണ്ടു വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ ചിത്രം എന്ത് ചെയ്യുക, ഇങ്ങനെ ഓർക്കുക. ഒരു ത്രികോണത്തിനെ ഓർത്തിട്ട് വേണം ഇത് വായിക്കാൻ. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്സ് cuts the other two sides in the same ratio. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിഗമനം എന്താണ്? ഏത് ത്രികോണത്തിലും രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. In any triangle, a line dividing two sides in the same ratio is parallel to the third side. Okay. ഇനി നമുക്ക് പേജ് 50-51 അതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 2 നിഗമനങ്ങളാണ് പഠിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൂഫും നോക്കി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻസ് അഭിപ്രായപ്പെടുത്തുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.